ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ചാറാസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഇഫ്താറിന് എന്ത് സ്നാക്സ് ഉണ്ടാക്കും എന്നുള്ള ആലോചനയിൽ ഇങ്ങനെ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്തായിരിക്കും ചാറാസ് വ്ലോഗ്സിന്റെ അടിപൊളി ബീഫ് കട്ട്ലറ്റിന്റെ റെസിപ്പി വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഒന്നും നോക്കണ്ട, ഇന്ന് നമുക്ക് നോമ്പ് തുറക്കായിട്ട് നല്ല കിടിലൻ ബീഫ് കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഞാനൊരു 1/2 കിലോ ബോൺലെസ് ബീഫാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ല് ഒട്ടുമില്ലാത്ത ബീഫ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമുക്കിനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ്, ഇത് ഇത്രയും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നിങ്ങൾ ബീഫ് സാധാരണ വേവിക്കുന്ന വേവിനനുസരിച്ച് വേവിച്ചെടുക്കുക. അതുപോലെ കുക്കർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ വെള്ളമുണ്ടെങ്കിൽ ഒരല്പസമയം കുക്കർ തുറന്ന് വെച്ച് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ബീഫ് വേവിച്ചെടുത്തു. അതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിൻസ് ചെയ്തെടുക്കാം. നമ്മളൊരു 3 പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ റെസിപ്പി വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെയും എൻ്റെ ചാനലിനെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പാനിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മളൊരു 3 സവാളയും ഒരു 5 പച്ചമുളകും ഒരുമിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. പൊടിയായിട്ട് കൊത്തിയരിഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാടൊന്നും തീരെ അങ്ങ് വാടി വഴറ്റി ആ ഒരു പരുവത്തിൽ വേണ്ട, ഒരു മീഡിയം തരത്തിൽ നമുക്കിതിനെ വഴറ്റിയെടുത്താൽ മതിയാകും. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, ഇത് ഇത്രയുമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് ആ പൊടികളുടെ മണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ ബീഫ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതും ഈ സവാളയുമായിട്ട് നല്ലതുപോലെ മിക്സ് ആവുന്നത് പോലെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാവരും ഈ ഒരു കട്ട്ലറ്റ് റെസിപ്പി ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ഒരു കട്ട്ലറ്റ് കഴിച്ചാൽ പിന്നെ നിങ്ങൾ ഇത് തന്നെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അത്ര കോൺഫിഡൻസോടു കൂടിയാണ് ഞാൻ പറയുന്നത്. അതുപോലെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്സിന് വേണ്ടി ഉറപ്പായിട്ടും ഞാൻ വെയിറ്റ് ചെയ്യും. ഉറപ്പായിട്ടും നിങ്ങളത് ട്രൈ ചെയ്തിട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ മിക്സ് ഉണ്ടാക്കി സ്റ്റോർ ചെയ്തും വെക്കാൻ പറ്റുന്നതാണ്. അത്യാവശ്യത്തിന് ഇതുപോലെ കൂട്ട് റെഡിയാക്കി ഒരു ജിപ്ലോക്ക് കവറിലോ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ആക്കി ഫ്രീസറിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഇനി കട്ട്ലറ്റിൻ്റെ പാറ്റീസ് ഉണ്ടാക്കുന്നതാണെങ്കിൽ അതുപോലെ തന്നെ ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റോർ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ നമുക്കിതിനെ മിക്സ് ചെയ്ത് നല്ലതുപോലെ എല്ലാ ഭാഗവും ഒരുപോലെ മിക്സായി വരുന്നത് പോലെ നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി കട്ട്ലറ്റിനുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ കൂട്ട് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മഞ്ഞ ഇതുപോലെ പ്രത്യേകം നമുക്ക് വേർതിരിച്ച് വെള്ള മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. മഞ്ഞ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഒട്ടും കലരാതെ ഈ ഒരു രീതിക്ക് എടുത്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഒരു 5 പീസ് ബ്രെഡ് നമ്മൾ അതുപോലെ തന്നെ പൊടിച്ച് ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ കട്ട്ലറ്റിൻ്റെ കൂട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഗ് വൈറ്റ് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ എഗ് വൈറ്റിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട്ലറ്റ് റെഡിയാക്കി എടുക്കാം. ഇതിൽ നിന്ന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുള എടുത്തിട്ട് കൈവെള്ളം നന്നായിട്ടൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം അതിനെ കൈ വെച്ച് നന്നായിട്ടൊന്ന് പരത്തി ഇതുപോലെ ഈ ഒരു ഷേപ്പിലാക്കി കട്ട്ലറ്റിനുള്ള ആ ഒരു ഷേപ്പിലാക്കി എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മുട്ടയുടെ വെള്ളയിൽ നല്ലതുപോലെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള കൈ കൊണ്ട് ആദ്യം നന്നായിട്ടൊരു കോട്ടിങ് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കതിനെ നല്ലതുപോലെ ഒരു തവണ കൂടെ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം.
അപ്പോൾ നമ്മൾ ഈ ഒരു പ്രപ്പോർഷനിൽ കറക്റ്റ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിയും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ കട്ട്ലറ്റിൻ്റെ ആ ഒരു പ്രപ്പോർഷൻ ഉരുളക്കിഴങ്ങും ഉള്ളിയും ബീഫും ഒക്കെ ചേർന്ന് വരുന്ന ആ ഒരു അളവ് കറക്റ്റായിട്ട് വരുമ്പോൾ ഈ ഒരു മിക്സിൻ്റെ ആ ഒരു പ്രപ്പോർഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലാണുള്ളത്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നിങ്ങൾക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടിപ്പോവുകയോ പൊടിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിക്ക് തന്നെ നിങ്ങൾക്കിത് കിട്ടും. അതുകൊണ്ട് ആ ഒരു ഉരുളക്കിഴങ്ങും ഉള്ളിയും ഒക്കെ എടുക്കുന്നത് ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു പ്രപ്പോർഷനിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കട്ട്ലറ്റ്സും ഇതുപോലെ ഒന്നൊന്നായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെട്ടിത്തിളച്ച എണ്ണയിലേക്ക് വേണം നമ്മൾ കട്ട്ലറ്റ് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അതും ശ്രദ്ധിക്കുക. കുറച്ചൊന്ന് ചൂടാകുമ്പോഴത്തേക്കും തന്നെ ഇട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു അത് പൊരിച്ചെടുക്കുന്നതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ അതിനുണ്ടാവില്ല. അതുകൊണ്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമുക്കതിലേക്ക് കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാവൂ. ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളച്ച എണ്ണയിലേക്ക് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരുപാട് എണ്ണം ഇട്ട് കൊടുക്കാതെ ഒരു 3-4 എണ്ണം ഒരു സമയത്ത് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തീരെ തിങ്ങി ഞെരുങ്ങി ഇട്ടാലും പൊടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു വശം ഇതുപോലെ മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് നല്ലതുപോലെ നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്ത് പെർഫെക്റ്റായിട്ട് നമ്മളുടെ കട്ട്ലറ്റ് നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു അളവുകൾ കൃത്യമായിട്ട് എടുത്താൽ നിങ്ങൾക്കും ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പി നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും അറിയിക്കുക. അപ്പോൾ ബാക്കി കട്ട്ലറ്റും കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.